ഇതിന് ന്യൂട്രൽ ഉണ്ട്. പിന്നെ ഇവിടെ R, ഇത് B, ഇത് Y. ഓക്കെ, ഫേസിൽ നിന്ന് ഇത് ഫേസ്, പിന്നെ ഇത് ലൈൻ. ഓക്കെ, ഈ ലൈനിൽ നിന്ന് ഈ ന്യൂട്രൽ വരെയുള്ള ഡിസ്റ്റൻസാണ് അതിൻ്റെ വോൾട്ടേജ്, ഫേസ് വോൾട്ടേജ് എന്ന് പറയുന്നത്. ഫേസ് വോൾട്ടേജ്. സോ അപ്പോൾ ആദ്യം നമ്മൾ മാർക്ക് ചെയ്യുക VB, VY. ഓക്കെ, പിന്നെ ഇത് VR. സോറി ഇത്രയാണ്. ഓക്കെ, VR. ഇനി VRY, അതായത് ലൈൻ വോൾട്ടേജ്. രണ്ട് ലൈൻ തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഇതൊരു ഫേസ്, ഇത് ന്യൂട്രൽ. അപ്പോൾ ഒരു ഫേസും ന്യൂട്രലും തമ്മിലുള്ള വോൾട്ടേജാണ് ഫേസ് വോൾട്ടേജ്. പിന്നെ ലൈനും രണ്ട് ലൈൻ തമ്മിലുള്ള വോൾട്ടേജ് ഡിഫറൻസാണ് ലൈൻ വോൾട്ടേജ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ചെയ്യുക VRY. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം എഴുതുക VR സിസ്റ്റം ബാലൻസ്ഡ് ആയിട്ടുള്ള കണ്ടീഷൻ മാത്രം നമ്മൾ KTL ഇപ്രാവശ്യം എക്സാമിനുള്ളൂ. സോ ബാലൻസ്ഡ് വോൾട്ടേജ് VR ഈക്വൽ VR, VY, VB R ഫേസ് വോൾട്ടേജ്. ഈ ഫേസ്. പിന്നെ VRY, പിന്നെ VYB. ഏതൊക്കെ ആയാലും സെയിം ആണ്. സോ നമുക്ക് അത്ര വലിയ വിഷയമില്ല. അപ്പോൾ VYB, VBRB, R ലൈൻ വോൾട്ടേജ് VL. ഓക്കെ, നമ്മൾ ലൈൻ വോൾട്ടേജ് VRY ഈക്വൽസ് റൂട്ട് ഓഫ്. അപ്പോൾ നമ്മൾ എന്താ പഠിക്കേണ്ടത്? ആദ്യം നമ്മുടെ ഫേസ് ഡയഗ്രാം വരയ്ക്കണം. 120 ഡിഗ്രിയിലെ ഡിഫറൻസ്. ഇപ്പോൾ RBY. അപ്പോൾ നമ്മൾ ഇതിനങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. നമ്മൾ പാരലലോഗ്രാം റൂൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിതിൻ്റെ ഡയഗണൽ, ഇത് റഫ് ഫിഗറാണ്, ഇത് കറക്റ്റല്ല. മീൻസ് ഡയഗ്രത്തിൻ്റെ ഡയമെൻഷൻസ് ഒന്നും കറക്റ്റല്ല. അപ്പോൾ നമ്മൾ ഡയമെൻഷൻസൊക്കെ കറക്റ്റായിട്ട് എക്സാമിന് വയ്ക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് VY - Y വരും. അപ്പോൾ വിഷയമില്ല. ഇത് VR വരും. അപ്പോൾ VRY. അപ്പോൾ നമ്മുടെ പാരലലോഗ്രാം പ്രകാരം VRY ഈക്വൽസ് റൂട്ട് ഓഫ് VR സ്ക്വയർ പ്ലസ് VB സ്ക്വയർ പ്ലസ് 2R VR VB കോസ് തീറ്റ. ഇതിൽ 120നെ ബൈസെറ്റ് ചെയ്യണോണ്ട് 60 ആണ്. അപ്പോൾ കോസ് 60 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2. അപ്പോൾ ഈ 1/2 ആകുമ്പോൾ ഇതും വെട്ടിപ്പോവും, 2 വെട്ടിപ്പോവും. ഓക്കെ, പിന്നെ നമ്മുടെ VR സ്ക്വയറും VRും VB ഈക്വലും ഫേസ് ആയതുകൊണ്ടും വിഷയമില്ല. അപ്പോൾ നമ്മൾ ഇതൊക്കെ മാറട്ടെ. ഓക്കെ, VRY എന്ന് വെച്ചാൽ VRY ഓക്കെ, VL ഈക്വൽസ് റൂട്ട് ഓഫ് V ഫേസ് സ്ക്വയർ പ്ലസ് V ഫേസ് സ്ക്വയർ പ്ലസ് V ഫേസ് സ്ക്വയർ. അത് VRും VB ഈക്വലാണ്. അത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സ്ക്വയർ ആവും. ഓക്കെ, അങ്ങനെ
ഇത് ഓൾ റൂട്ടാണ്. അപ്പോൾ ഇത് മൂന്നും കൂട്ടുക. അപ്പോൾ നമ്മളെ √3 വി ഫേസ് സ്ക്വയർ എന്ന് വരും. അപ്പോൾ സ്ക്വയർ റൂട്ടിൻ്റെ പുറത്തേക്ക് എടുത്താൽ വി ഫേസ് √3 VL എന്ന് വെച്ചാൽ ലൈൻ വോൾട്ടേജ് ഫേസ് വോൾട്ടേജ് √3. അത് മൾട്ടിപ്ലിക്കേഷനാണ്. സോ ഇവിടെ ഇട്ടാലും ഒക്കെ ഓക്കെയാണ്, അതൊന്നും വിഷയമില്ല. ഇനി നമ്മുടെ ആക്റ്റീവ് പവർ P ഈക്വൽസ് √3 VL IL cos phi. റിയാക്റ്റീവ് പവർ Q ഈക്വൽസ് √3 VL IL cos അല്ല സൈൻ ഫൈ. ആദ്യത്തേൽ കോസ്, പിന്നെ സൈന്, പിന്നെ ഏറ്റവും ലാസ്റ്റ് പാരൻ്റ് പവർ S ഈക്വൽസ് √3 VL IL. സോ അത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് സ്റ്റാർ ഓർ വൈ. ഓക്കെ, ഇതിൽ VL ഈക്വൽസ് √3 വി ഫേസ്. ഫോർ വി ഫേസ് ഈക്വൽസ് VL ബൈ √3. പിന്നെ കറണ്ട് IL ഈക്വൽസ് I ഫേസ്. ഇതൊരു സീരീസ് കണക്ഷൻ പോലെ നമ്മുടെ റെസിസ്റ്റേഴ്സൊക്കെ സീരീസിൽ വയ്ക്കില്ല. അപ്പോൾ നമ്മൾ അതേപോലെ വെച്ചാൽ സുഖമായിട്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലായിരിക്കും. സീരീസിൽ കറണ്ട് സെയിം ആണല്ലോ, അതുപോലെ തന്നെ ഇതിലും കറണ്ട് സെയിം. ഡെൽറ്റ ആകുമ്പോൾ അതിൻ്റെ വ്യത്യാസം, അത് ഞാൻ ഡെൽറ്റ അടുത്തത് പറയുമ്പോൾ ശരിയാവും. താങ്ക് യു.